വക്കീലിന്റെ സാന്നിധ്യത്തിലല്ലാതെ പ്രതികളായ മനോജിനും പ്രകാശനും വാദിയായ മാധവൻ നായരോട് സംസാരിക്കാൻ പറ്റുമോ? ആ, എന്തു വന്നാലും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ. മക്കൾക്ക് ചെല്ലും ചെലവും കൊടുക്കുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്. മക്കളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ലോകത്തെ ആദ്യത്തെ അച്ഛനെന്ന ബഹുമതി നിങ്ങൾക്ക് തന്നെയായിരിക്കും. ആ ബഹുമതി ഞാൻ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. മക്കളെ പ്രതിക്കൂട്ടി നിർത്തുന്നത് അലങ്കാരാണെന്ന് വിചാരിക്കരുത് അച്ഛാ. ഇത് ഞാൻ സ്വയം ചെയ്തതല്ലോ, എന്നെ കൊണ്ട് നിർബന്ധപൂർവം ചെയ്യിച്ചതല്ലേ. അമ്മയ്ക്ക് അവകാശപ്പെട്ട കോവിലകത്തെ സ്വത്ത് അമ്മയുടെ സഹോദരനായ അശോക് വർമ്മ മാത്രം അങ്ങനെ അനുഭവിക്കേണ്ട. ആ സ്വത്ത് ഞങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ്. അമ്മയ്ക്ക് അർഹതപ്പെട്ട സ്വത്തിന്റെ പകുതി കിട്ടിയാല് ഞങ്ങൾ അത് വാങ്ങി പിരിഞ്ഞു പോയിക്കോളാം. ആ സ്വത്ത് ചന്ദ്രിക വേണ്ടാന്ന് വെച്ചതാ. ചന്ദ്രികയ്ക്ക് വേണ്ടാത്ത ഒന്നും എനിക്കും വേണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ ഞങ്ങൾക്ക് വേണം. ചന്ദ്രിക വേണ്ടാന്ന് വെച്ചത് ചന്ദ്രികയെ അപമാനിച്ചുകൊണ്ട് മക്കൾ പിടിച്ചു വാങ്ങണ്ട. അതിന് ഞാൻ അനുവദിക്കില്ല. ഇത് പട്ടിപ്പുല്ല് തിന്നേയില്ല, പശുവിനെ കൊണ്ടൊട്ട് തീറ്റിക്കയില്ല എന്ന് പറഞ്ഞ പോലെയാണല്ലോ. അച്ഛനെ ഈ കേസില് തോൽക്കും. അപ്പോ മക്കൾക്കെതിരെ വാളെടുത്ത് നിന്ന മാധവൻ നായരെ കുറച്ച് പാഠങ്ങൾ അങ്ങ് പഠിക്കും. മാധവൻ നായർ ജീവിതത്തിൽ ഇതുവരെ മക്കളുടെ മുന്നിൽ മാത്രമേ തോറ്റിട്ടുള്ളൂ. പക്ഷെ ഇനി മുതല് മക്കളുടെ മുന്നിൽ തോൽക്കാനും മാധവൻ നായർക്ക് മനസ്സില്ല. ഈ പോരാട്ടം ഞാൻ ജയിക്കാൻ വേണ്ടി നടത്തുന്നതാ. വിരളി പിടിച്ച കാളകൾക്ക് മൂക്കയറി ഇടുകയാ പതിവ്. അച്ഛാ, വെറുതെ മക്കളോട് വെല്ലുവിളിക്കാൻ നോക്കരുത്. തോറ്റു തൊപ്പിയിടും. വിദ്യാഭ്യാസവും വിവരവുമില്ലാത്ത സാധാരണ ഒരു മെക്കാനിക്കായ മാധവൻ നായര് മക്കൾക്കെതിരെ കേസ് ഫയൽ ചെയ്ത് തോക്കാൻ വേണ്ടി മാത്രമാണ്. കേസിനെ പറ്റി കൂടുതൽ വിവരമില്ലാത്ത മാധവൻ നായർ എന്ന എന്റെ അച്ഛൻ വീണ്ടും തോക്കാൻ പോവാ. ആയിക്കോട്ടെ, മാധവൻ നായരുടെ ജീവിതം പരാജയമാ. ഇന്നല്ല, എന്റെ രണ്ടാൺമക്കളുടെ ജനനശേഷം സ്വന്തം അച്ഛനെ കുത്തുവാളയടിപ്പിച്ച് തെരുവിലിറക്കാൻ നോക്കിയ മക്കളല്ലേ നിങ്ങള്? 10 മാസം നൊന്ത് പ്രസവിച്ച അമ്മയെ മനുഷ്യപ്പറ്റില്ലാതെ അച്ഛനിൽ നിന്നും പിരിക്കാൻ നോക്കിയവരല്ലേ നിങ്ങള്? ലോകത്തൊരച്ഛനും അമ്മയ്ക്കും ഇത്തരം മക്കൾ ജനിക്കാതിരിക്കട്ടെ. എന്ത് പാപമാടാ ഞങ്ങൾ നിങ്ങളോട് ചെയ്തത്? തരാവുന്നതിനും അപ്പുറം പണം 2 പേർക്കും തന്നവനാ ഞാൻ. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ചോര നീരാക്കി ജോലി ചെയ്ത നിന്നെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിലാ. പകരം നീയൊക്കെ ചെയ്തതോ അച്ഛനെ അമ്മയും ദ്രോഹിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കി. നിങ്ങൾ കണ്ട പഴയ മാധവൻ നായരല്ല ഇപ്പൊ നിൽക്കുന്നത്. മക്കളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന മാധവൻ നായരാ. നിന്റെയൊക്കെ ശൗര്യം ഇനി എന്നോട് വേണ്ട. മക്കള് പറഞ്ഞത് കേട്ട് പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്ന മാധവൻ നായര് മരിച്ചു കഴിഞ്ഞു. ഇപ്പൊ നിന്റെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രം പടയൊരുക്കി നിൽക്കുന്ന പുതിയ മാധവൻ നായരാ. ഈ യുദ്ധത്തിൽ മാധവൻ നായർ ജയിക്കും. മാധവൻ നായരെ ജയിക്കൂ. തോൽക്കാൻ എന്റെ പൊന്നു മക്കള് തയ്യാറായിരുന്നു. ഏട്ടാ, ഇത് രണ്ടും കൽപ്പിച്ചുള്ള പോക്കാണെന്നാ തോന്നുന്നത്. രണ്ടും കൽപ്പിച്ചുള്ള പോക്കൊന്നുമല്ല, ഒടുക്കത്തെ പോക്കാ. കേസിൽ തോറ്റ് കയ്യിലെ കാശെല്ലാം പോകുമ്പോ ഇളവനത് മനസ്സിലാവും. വാ. എന്താണ് കോടതിയിലെ വിശേഷങ്ങളൊക്കെ? ഈ പരവേശവും ഇരിപ്പൊക്കെ കണ്ട എന്തോ തിരിച്ചടി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ.
ഇതൊരു വല്ലാത്ത നാറ്റക്കേസാ. ചെലവാക്കിയ പണമൊക്കെ കിളവന് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞാ ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത്. വയസ്സുകാലത്ത് തന്നെ നോക്കാനുള്ളവരാണ് മക്കളെന്നുള്ള ബോധം അയാൾക്കില്ല. കേസൊക്കെ തോറ്റ് മുട്ടയിട്ടിരിക്കുമ്പോ ആരും തിരിഞ്ഞു നോക്കില്ല എന്നുള്ള കാര്യവും അയാള് മറന്നു. അച്ഛനൊന്നും മറന്നിട്ടില്ല. എന്ത് മറന്നിട്ടില്ല എന്ന്? സർവശക്തിയും വറ്റി നിന്നപ്പോ അച്ഛനെ തള്ളി പുറത്താക്കിയ ആളല്ലേ പ്രകാശേട്ടൻ. മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ ശേഷവും പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന ആൺമക്കളെ അച്ഛൻ എങ്ങനെ വിശ്വസിക്കും? അച്ഛനെ എന്നോട് കടുത്ത അസൂയാണ്. ജീവിതകാലം മുഴുവനും ശ്രമിച്ചിട്ടും ഇന്നേ വരെ അങ്ങേര് ആഗ്രഹിച്ച പോലെ ഒരു വീട് വെക്കാൻ പറ്റിയില്ലല്ലോ. അങ്ങേര് എത്ര ശ്രമിച്ചിട്ടും സാധ്യമാകാത്തൊരു വീട് ഞാൻ എന്റെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തമായിട്ടും വെച്ചു. അതെങ്ങനെയാ കിഴവിനെ സഹിക്കുന്നു? തീക്കൊള്ളി കൊണ്ടാണ് തല ചൊറിഞ്ഞെന്നേ താമസിയാതെ കിളവൻ മനസ്സിലായിക്കോളൂ. കോടതിയിൽ നിന്ന് ഇടനെഞ്ചു പൊട്ടി കരയുന്ന കാഴ്ച ഉടനെ തന്നെ 4 പേര് കാണും. അരിയും തിന്നു ആശാരിച്ചയും കടിച്ചു. പിന്നെയും പട്ടിക്കാ മുറുമുറുപ്പ്.